ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ തിരുവല്ലയിൽ നടക്കുന്ന സീ വേൾഡിൻ്റെ അണ്ടർ വാട്ടർ ടണൽ ആൻഡ് മറൈൻ എക്സ്പോയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെറും 100 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ടിക്കറ്റിന് ചാർജ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണേണ്ട ഒരു എക്സ്പോ തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു അണ്ടർ വാട്ടർ ടണൽ, ഒരു കടലിനടിയിലൂടെ എങ്ങനെ നമ്മളിപ്പോൾ നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കടലിനടിയിലൂടെ നടന്നു പോകുന്ന ഒരു ഫീല് തരുന്ന ഒരു എക്സ്പോയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയുന്നത്. നമ്മളിവിടെ എത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ടോട്ടലി അൺപ്ലാൻഡ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത് വന്നതല്ല ഈ ഒരു എക്സ്പോയ്ക്ക് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ തിരിച്ച് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ കയറിയതാണ്. പക്ഷേ എന്താ പറയുക, ഒരു വെറൈറ്റി, ഒരു അമേസിങ് എക്സ്പീരിയൻസ് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു എക്സ്പോ തന്നെയാണ്. നമ്മൾ ഇതുപോലൊരു എക്സ്പോ നമ്മൾ കൊല്ലത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ പോയിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എക്സ്പോ എന്തായാലും നമ്മൾ കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. നമ്മൾ കഴിഞ്ഞ തവണ പാലക്കാട് പോയ സമയത്ത് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ പരിമിതികൾ കാരണം നമുക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും ഇത് വരുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇത് പോർട്ടബിളായിട്ടുള്ളൊരു അക്വേറിയമാണ്. അപ്പോൾ അഴിച്ചു കൊണ്ടുവന്ന് എല്ലായിടത്തും സെറ്റ് ചെയ്യുന്നത് കാരണം എല്ലാ ജില്ലയിലേക്കും ഇത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം നടക്കുന്നത് തിരുവല്ലയിലാണ്. അവധിക്കാലമായതുകൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് സീ വേൾഡിൻ്റെ ഈ ഒരു അക്വേറിയം. നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് ചെറിയ ചെറിയ ക്യൂബിക്കിളിലായിട്ട് ഇങ്ങനെ പലതരം ഫിഷുകളെ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം തന്നെ ഒരു ബ്ലൂയിഷ് എഫക്റ്റ്, എന്താ പറയുക, ഒരു അണ്ടർ വാട്ടർ, അതായത് സീ വാട്ടറിൻ്റെ അണ്ടറിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നമ്മൾ കാണാത്ത വെറൈറ്റിയിലുള്ള മീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പലതിനും പല, എന്താ പറയുക, ഓരോ സ്ഥലത്ത് കാണുന്ന മീനുകൾക്കും ഓരോ വെറൈറ്റിയിലുള്ള മീനുകളാണ്. അപ്പം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് മീനുകളെ നമ്മൾ കണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിവിടെ കണ്ടതിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇതിനെ എൻജോയ് ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ. കുട്ടികളാണ് ഇതിനെ, ചെറിയത് മുതൽ വലുത് വരെയുള്ള എല്ലാ കുട്ടികളും ഈ ഒരു മീനിൻ്റെ ആ ഒരു വർണ്ണക്കാഴ്ചയെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അക്വേറിയത്തിൻ്റെ മെയിനായിട്ടുള്ള സെക്ഷൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മളതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. അത്യാവശ്യം നല്ല രീതിക്കുള്ള തിരക്കുണ്ട് കേട്ടോ. നല്ല രീതിക്കുള്ള തിരക്കുണ്ട്. അവധിക്കാലമായതുകൊണ്ടാവും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാണാനായിട്ട്. അപ്പം നമ്മൾ മെയിനായിട്ടുള്ള ഹൈലൈറ്റഡ് സെക്ഷനിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പം ഈ ഒരു ടണലിനുള്ളിലൂടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ ഒരുപാട് തിരക്കുണ്ട്. അതിനകത്ത് കയറുന്നവരാരും തിരിച്ചിറങ്ങുന്നില്ല. കാരണം അത്രയും മനോഹരമാണ് അതിനകത്തെ കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും, എന്താ പറയുക, ഒച്ചഴിയുന്ന വേഗത്തിലാണ് ഈ ഒരു ടണലിലൂടെ നടന്ന് നീങ്ങുന്നത്. നമ്മൾ ഒരു കടലിനുള്ളിലൂടെ കടന്നു ചെല്ലുമ്പോഴത്തേക്ക്, ഒരു കടലിനകത്ത് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ചുറ്റും ഇങ്ങനെ മീനുകൾ പാറിപ്പറക്കുന്ന ഒരു എൻവോയ്മെൻ്റ്, അല്ലെങ്കിൽ ഒരു ആംബിയൻസ് തരുന്ന ഒരു ടണലാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് മീനുകൾ ഇങ്ങനെ ചുറ്റും നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയും നമ്മുടെ ചുറ്റിനൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു കടലിനുള്ളിൽ എത്തിപ്പെട്ട ഒരു എഫക്റ്റാണ് ഈ ഒരു ടണൽ നമുക്ക് തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്, സ്റ്റേ ഔട്ട് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് നടന്ന് നീങ്ങുന്നില്ല. അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുന്നത് കുട്ടികളാണെന്ന് തന്നെ പറയാം. അവർ മീനിനെ തൊടാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സേഫായിട്ട് മീനിനെ തൊടാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു, എന്താ പറയുക, ഒരു ടണൽ തന്നെയാണിത്.
നമുക്കിപ്പം ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കാണാനും തൊടാനൊക്കെ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി മീനുകളെ കൊണ്ട് നിറച്ച ഒരു ടണൽ തന്നെയാണ്. അപ്പോൾ ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സ്പോട്ട് തന്നെയാണ് സീ വേൾഡിൻ്റെ ഈ ഒരു അക്വേറിയം. ഒരിക്കലും കാണാൻ മറക്കരുത്, ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. കാരണം വെറും 100 രൂപയുള്ളൂ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരിക, കാണുക. ഇത് കൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് എക്സ്പോ ഐറ്റംസും ഒക്കെ ഉണ്ട്. അതായത് എന്താ പറയുക, അച്ചാർ, അതേപോലെ പലതരം ചെടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ചെടികളുടെ വിത്തുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സ്പോ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പലതരം റൈഡുകൾ നടക്കുന്നുണ്ട്. ഇനി ഒരു ഹൈലൈറ്റഡ് സെക്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ആ ടണലിനകത്തൂടെ കടന്നു പോവുകയാണ്. കടന്നിങ്ങനെ പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് ആ മുകളിലേക്കുള്ളൊരു വിഷ്വൽ ഞാൻ എടുക്കുകയാണ് കേട്ടോ. മുകളിലേക്കുള്ള വിഷ്വൽ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മേളിൽ കൂടെയൊക്കെ ഇങ്ങനെ മീനുകൾ പോകുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. ഈ കടലിനകത്ത് നമുക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർക്ക്, അതായത് സ്കൂബ ഡൈവിംഗ് ഒക്കെ പോയിട്ട് കടലിനകത്തൊക്കെ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് അതൊക്കെ വളരെ ചിലവേറിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് കാരണം നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ടണലിനുള്ളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാപ്പയ്മയാണ് കേട്ടോ. നല്ല നീളത്തിലും ഉള്ള ഒരു ആരാപ്പയ്മയുടെ ഒരു ഡിസ്പ്ലേ സെക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിങ്ങനെ ആ ഒരു ടണലിനെ കവർ ചെയ്ത് തന്നെ അത് പോകുന്ന രീതിക്കാണ് ഈ ഒരു ആരാപ്പയ്മ ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും ഒന്നൊന്നുമല്ല, കുറച്ചധികം ആരാപ്പയ്മകൾ ഇവിടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരിക, കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സത്യത്തിൽ ഈ ടണലിനകത്ത് കയറിയിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം മീനുകളിങ്ങനെ ഓടിക്കളിക്കുമ്പോഴത്തേക്ക്, നല്ല വർണ്ണാഭമായ കാഴ്ചകൾ കാണുമ്പോഴത്തേക്ക് നമുക്കൊരിക്കലും ഈ ഒരു ടണലിനകത്ത് നിന്ന് നമുക്ക് ഇറങ്ങാൻ തോന്നത്തില്ല. അത്രയും മനോഹരമാണ് ഈ ഒരു ടണലിനകത്തുള്ള കാഴ്ചകൾ. ഈ ടണലിന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെയും കുറച്ച് മീനുകളുടെ നേരത്തെ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് കണ്ടതുപോലെ മീനുകളുടെ ഒരു ക്യൂബിക്കൽ സെക്ഷനിൽ മീനുകളുടെ കുറച്ച് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വേറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം ഇതിൻ്റെ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ വിഷ്വലൈസേഷൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നറിയത്തില്ല. കാരണം നേരിട്ട് കാണുമ്പോൾ ഉള്ള കാഴ്ചയുടെ ഭംഗി മറ്റൊരു ലെവൽ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നേരിട്ട് പോയി കാണാൻ ശ്രമിക്കുക ഈ കാഴ്ചകളൊക്കെ. ഇതുപോലെ കുട്ടികളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു മീനിൻ്റെ കാഴ്ചകൾ. ഇത് കൂടാതെ തന്നെ ഒരു വെറൈറ്റി സെക്ഷനും കൂടെ വരുന്നുണ്ട്. അവിടെ നല്ല തിരക്കാണ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നല്ല തിരക്ക് കാണുന്നുണ്ട്. ഒരു മത്സ്യകന്യകയുടെ ഒരു സെക്ഷനും കൂടെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് അത് തന്നെയാണ്. ഈ അക്വേറിയത്തിൽ ഏറ്റവും റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സ്യകന്യകയുടെ സെക്ഷനാണ്. ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. മത്സ്യകന്യക ചേച്ചി അവിടുന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം നമ്മളും അത് വെയിറ്റ് ചെയ്തൊക്കെയാണ്. അപ്പോൾ അവർ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുകയാണ്. അപ്പുറത്ത് ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ആ ചേച്ചി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ച എന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകന്യക ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വന്ന് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻറ്റായിട്ട് ഇരിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.